പ്രതി ചെന്താമര കുറ്റക്കാരൻ എന്ന് വിധിച്ചിരിക്കുന്നു പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, ഏവരും കാത്തിരിക്കുകയായിരുന്നു ചെന്താമരയ്ക്ക് എന്താകും വിധി വരിക, കോടതി എന്താകും വിധിക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറ്റക്കാരൻ എന്ന് വിധിച്ചുകൊണ്ട് കോടതി എന്തെല്ലാമാണ് പറയുന്നത്? തീർച്ചയായും നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലാണ് ഇപ്പോൾ കോടതിയിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് ജഡ്ജി വിധിച്ചിരിക്കുന്നത്. പാലക്കാട് സെഷൻസ് 4ാം കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റ് ശിക്ഷ എന്തൊക്കെയാണ് ശിക്ഷ ഉണ്ടാവുക എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. വിധി ഇന്ന് തന്നെ ഉണ്ടാവുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇരട്ടക്കൊലപാതക കേസ്, അതായത് കഴിഞ്ഞ വർഷം ജനുവരി 27-നാണ് നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മിയെയും അതേപോലെ തന്നെ ലക്ഷ്മിയുടെ മകൻ സുധാകരനെയും ചെന്താമര അതിക്രൂരമായി ഒട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പ്രധാനമായും ഈ കേസിൽ അതായത് ഒറ്റ പ്രതി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏക പ്രതി ചെന്താമര മാത്രമാണ്. ഈ അതിക്രൂരമായാണ് കൊലപാതകം നടത്തിയത് എന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഈ കുറ്റപത്രമെല്ലാം ഈ പ്രതിക്ക് വായിച്ച് കേൾപ്പിച്ചിരുന്നു. അതിലാണിപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പാലക്കാട് സെഷൻസ് 4ാം കോടതിയാണ് നിലവിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇനി ശിക്ഷ എന്തൊക്കെ ശിക്ഷയാണ് പ്രതിക്ക്, ജീവപര്യന്തമാണോ അതോ വധശിക്ഷയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഉണ്ടാവുമോ എന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് പോത്തുണ്ടി സ്വദേശിയായിട്ടുള്ള സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തമാണ് പ്രതി ചെന്താമരയ്ക്ക് പാലക്കാട് സെഷൻസ് കോടതി വിധിച്ചിരുന്നത്. ആ കോടതിയിൽ തന്നെയാണ് ഇരട്ട കൊലപാതക കേസും നടക്കുന്നത്. ആ കോടതി ജഡ്ജി, അതായത് പാലക്കാട് സെഷൻസ് 4ാം കോടതി തന്നെയാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നത്. ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. എന്തായാലും കേരളം മുഴുവൻ നടുങ്ങിയ പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിലാണ് ഇപ്പോൾ വിധി വരുന്നത്. അതിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം കോടതി പറയുന്നു. ഇനി ശിക്ഷാവിധി അടക്കം എന്താകും ചെന്താമരയ്ക്കായി കോടതി വിധിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് നോക്കിയിരിക്കുന്നത്. കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഇരട്ട കൊലപാതകമായിരുന്നു ചെന്താമര നടത്തിയത്. അതിനുശേഷം ആ കുട്ടികളൊക്കെ വന്ന് കരഞ്ഞു പറഞ്ഞതൊക്കെ നമുക്കറിയാവുന്നതാണ്. ചെന്താമര ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല, തങ്ങളുടെ ജീവനടക്കം ഭീഷണിയുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞതാണ്. അവരുടെ അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ മുത്തശ്ശിയെയും എല്ലാം കൊലപ്പെടുത്തിയ ചെന്താമര പുറത്തിറങ്ങിയാൽ അവർക്ക് അത്രമാത്രം ഭീതിയുണ്ട്, ഭയമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്താകും കോടതിയുടെ വിധി എന്നുള്ളതാണ് കുടുംബം ഒക്കെ പറയുന്നത്. കുട്ടികളൊക്കെ പറയുന്നത് വധശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് വിധിക്കണം എന്നുള്ളതാണ്. പക്ഷേ കോടതിയുടെ മുൻപിൽ തെളിവുകളാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ കോടതി എന്താകും ശിക്ഷാവിധിയായി കാത്തുവെച്ചിരിക്കുന്നത് ചെന്താമരയ്ക്ക് എന്നുള്ള കാര്യം കൂടിയാണ്. സച്ചിൻ, ഇന്ന് തന്നെ ശിക്ഷാവിധി എന്തെന്നറിയാൻ സാധിക്കുമോ? ശിക്ഷാവിധി, അതായത് ശിക്ഷാവിധിയെക്കുറിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ചിലപ്പോൾ നാളെയായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക എന്നതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും കേരളം നടുക്കിയ ഒരു ശിക്ഷാവിധി തന്നെയാണ് വരാനിരിക്കുന്നത്. കാരണം ഈ നെന്മാറ പോത്തുണ്ടി സ്വദേശിയായ സുധാകരൻ്റെ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് 2025 ജനുവരി 27-ാം തീയതി ചെന്താമര ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്തായാലും നിലവിൽ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ജഡ്ജി ഇപ്പോൾ പ്രതി ചെന്താമരയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ പാലക്കാട് സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഇരട്ട കൊലപാതക കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്തൊക്കെയായിരിക്കും ശിക്ഷാവിധി എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് സുധാകരൻ്റെ ഭാര്യ സജിതയെ 2019 വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് സെഷൻസ് കോടതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ആ കോടതിയിൽ തന്നെയാണ് ഇരട്ട കൊലപാതക കേസിലുള്ള നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതി ചെന്താമരയോട് ജഡ്ജി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ചെന്താമരയ്ക്ക് എന്താണ് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വിധി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ വിധി പ്രസ്താവിച്ചപ്പോൾ താൻ ഒറ്റക്കാണ്, തനിക്ക് പ്രായമായി, അതിനാൽ ശിക്ഷ
ഇളവ് വേണമെന്നായിരുന്നു കഴിഞ്ഞ സജിത വധക്കേസിൽ ചെന്താമര സമാനമായ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് മുൻപാകെ പറഞ്ഞിരുന്നത്. അതേ ഒരു വാദം തന്നെയായിരിക്കും ഇന്നും ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര പറയുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കോടതി നടപടികൾ 11 മണിയോടുകൂടെ ആരംഭിച്ചു. സച്ചിൻ, എന്തായാലും എന്താകും ശിക്ഷാവിധി എന്നതടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്താണ് കോടതി നടപടികൾ, ഇനി ഏത് രീതിയിലാണ്